തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ഗുരുതര ക്രമക്കേടുകളുടെ വിവരങ്ങൾ നിരന്തരം പുറത്തുവരുമ്പോൾ ആരോപണങ്ങളോട് പരിഹസിച്ചൊഴിയുകയാണ് ബി.ജെ.പി. നേതൃത്വം. ഫ്ളാറ്റുകളിലെ വോട്ടു ചേർക്കലിൽ ക്രമവിരുദ്ധതയൊന്നും കാണുന്നില്ല എന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിചിത്ര ന്യായീകരണം. ബി.ജെ.പി. 60,000 വ്യാജ വോട്ട് ചേർത്തെങ്കിൽ കോൺഗ്രസും CPI-എമ്മും കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലതെന്ന് കെ. സുരേന്ദ്രൻ പരിഹസിച്ചു. വിവാദങ്ങൾക്കിടെ തൃശൂരെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് കൊള്ള ആരോപണത്തോട് പ്രതികരിച്ചില്ല. വിവരങ്ങളുമായി ലെവിൻ കെ. വിജയനുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടോ സുരേഷ് ഏട്ടാ? സുരേഷ് ഏട്ടാ, ഈ വിഷയത്തിൽ പ്രതികരിക്കാനാ? കന്യാസ്ത്രീകളെ ആക്രമിച്ച വിഷയത്തിൽ പ്രതികരണമുണ്ടോ? കന്യാസ്ത്രീകളെ ആക്രമിച്ച വിഷയത്തിൽ ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. ലെവിൻ കെ. വിജയനുണ്ട്. ലെവിൻ, വോട്ട് ചോരിയിൽ വിവാദങ്ങൾ കടുക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വോട്ടുചോരി ആരോപണത്തെ തുടർന്ന് ഉയർന്നു വന്ന തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഇന്ന് തൃശൂരിൽ കാണാൻ കഴിഞ്ഞത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമായി കോൺഗ്രസും LDF-ഉം മുന്നോട്ട് പോകുന്നതിനിടെ പ്രതിരോധിക്കാനെന്ന വണ്ണം ഇന്ന് BJP അതിശക്തമായ രാഷ്ട്രീയ സമരമാണ് തൃശൂരിൽ നടത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പുലർച്ചെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ BJP സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വലിയ സ്വീകരണമാണ് നൽകിയത്. ഇന്നലെ നടന്ന CPM BJP സംഘർഷത്തെ തുടർന്ന് ചികിത്സയിലായ പ്രവർത്തകരെ കേന്ദ്രമന്ത്രി നേരിട്ടെത്തി ആശുപത്രിയിൽ സന്ദർശിച്ചു. തുടർന്ന് കരിയോയിൽ ഒഴിച്ച കേന്ദ്രമന്ത്രിയുടെ തൃശൂർ ചേറൂരിലുള്ള ഓഫീസിലെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം കെ. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലെത്തി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി നൽകി. തങ്ങൾ 60,000-ലേറെ വോട്ടുകൾ ക്രമക്കേടിലൂടെ ചേർത്തുവെന്ന് പറയുന്ന LDF-ഉം UDF-ഉം എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ള പരിഹാസത്തോടെയുള്ള മറുപടിയാണ് കെ. സുരേന്ദ്രൻ വിവാദങ്ങളോടനുബന്ധിച്ച് നൽകിയത്. ഇവർക്ക് തൂങ്ങിച്ചാകാൻ പാടില്ലായിരുന്നോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് ഇവരെ LDF-നെയും UDF-നെയും പരിഹസിക്കാനും കെ. സുരേന്ദ്രൻ ശ്രമിച്ചു. അതിനുശേഷം BJP-യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടന്നത്. കെ. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. പ്രവർത്തകർ വലിയ തോതിൽ അക്രമാസക്തരായ ഒരു സമരമായി വേണം ഇതിനെ കാണാൻ. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിൻവാങ്ങാൻ ആരും തന്നെ തയ്യാറായില്ല. തുടർന്ന് ശക്തമായ ഭാഷയിൽ LDF-നെയും കോൺഗ്രസിനെയും ഒക്കെ വെല്ലുവിളിച്ച നേതാക്കൾ സുരേഷ് ഗോപിക്കുള്ള ഉറച്ച പിന്തുണയും പ്രഖ്യാപിച്ചു. തങ്ങളുടെ പക്കലും തെളിവുകളുണ്ട്, ഇടതു വലതു മുന്നണികൾ ചേർത്തിട്ടുള്ള കള്ളവോട്ടുകളുടെ വിവരങ്ങൾ തങ്ങൾ പുറത്തും വിടും എന്നുള്ള നിലയിൽ തന്നെയാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. ഏതായാലും രാഷ്ട്രീയ സമരം അതിശക്തമായി തന്നെ വോട്ട് ചോരി ആരോപണത്തെ തുടർന്ന് തൃശൂരിൽ തുടരുകയാണ്. മറുവശത്ത് കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്, അതായത് ക്രമക്കേട് നടന്ന ബൂത്തുകളുടെ കണക്കുകൾ ശേഖരിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും ഈ വിഷയത്തെ തെരുവിലെ യുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജോസഫ് ടാജറ്റിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചിട്ടുള്ള കാര്യം. ഏതായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. BJP നടത്തിയ അക്രമ സമരത്തിനെതിരെ ഇന്ന് വൈകിട്ട് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു. നാളെയും സമരങ്ങൾ തുടരുമെന്ന് തന്നെയാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഈ ഡേറ്റ സ്റ്റഡി നടത്തി കൂടുതൽ വിവരങ്ങൾ നാളത്തേക്ക് പുറത്തുവിടുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു.